സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ചില കാഴ്ചകൾ കണ്ടു, ചില നാടകീയ രംഗങ്ങൾ. മേയർ ദേശീയഗാനം ആലപിച്ചപ്പോൾ BJP കൗൺസിലർമാർ വന്ദേ മാതരം ആലപിച്ചു. പിന്നാലെ മേയർ ദേശീയഗാനം പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. കാണാം, കേൾക്കാം. ഒരു ഭാഗത്ത് ദേശീയഗാനം, ഒരു ഭാഗത്ത് വന്ദേ മാതരം. ജയഹേ പാടി അവസാനിപ്പിച്ചു, പാതി വെച്ച് അവസാനിപ്പിച്ചില്ല. സിനോയ് തോമസ് ഉണ്ട്. സിനോയ് തോമസ്, ഒരു കൂട്ടര് ദേശീയഗാനം ആലപിച്ചു പോയി, മറ്റൊരു കൂട്ടര് വന്ദേ മാതരം ആലപിച്ചിട്ട് പോയി. രണ്ടും ഒരേ സമയമാണ് ആലപിച്ചത്. സിനോയ് തോമസ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സ്വാതന്ത്ര്യദിന ആശംസകൾ അരുകുമാർ. അതായത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുറ്റത്ത് മേയർ ദേശീയ പതാക ഉയർത്തി മേയർ ദേശീയ സന്ദേശം നൽകുന്നു, സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. തൊട്ട് പിന്നാലെ തന്നെ മേയർ ദേശീയഗാനം ആലപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജനഗണമന ചൊല്ലി തുടങ്ങുന്നു. LDF അംഗങ്ങൾ ഉച്ചത്തിൽ പാടുന്നു, മൈക്കുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് BJP അംഗങ്ങൾ വന്ദേ മാതരം ചൊല്ലി തുടങ്ങിയിരിക്കുന്നത്. രണ്ട് കൂട്ടരും ഒരേ സമയത്ത് ചൊല്ലി ഒരു കാക്കക്കൂട്ടിൽ കല്ലിട്ട രീതിയിലാണ് ഇവിടെ രണ്ട് കൂട്ടരും ആലപിച്ചത്. ഏതായാലും രണ്ട് കൂട്ടരും മുഴുവനായി ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP കൗൺസിലർമാർ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ രണ്ട് കൂട്ടരും ഒരുമിച്ച് പാടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ദേശീയഗാനം പാടണല്ലോ, പക്ഷെ നിങ്ങൾ ഒപ്പം തന്നെയാണ് വന്ദേ മാതരം പാടിയിരിക്കുന്നത്. അല്ല, ദേശീയഗാനത്തെ അപമാനിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വന്ദേ മാതരം പാടി തുടങ്ങിയപ്പോൾ മേയർ പെട്ടെന്ന് തന്നെ ദേശീയഗാനം പാടണമെന്ന് ആവശ്യപ്പെടുന്നു, ദേശീയഗാനം പാടുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് മേയറാണ് ആദ്യം പറഞ്ഞത് ദേശീയഗാനം പാടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ മേയറോടും ഡെപ്യൂട്ടി മേയറോടും പറഞ്ഞിട്ടുള്ളതാണ് വന്ദേ മാതരം പൂർണ്ണമായി പാടണമെന്ന്. ഞങ്ങളത് പാടുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് അവർ എന്താ പറഞ്ഞത്? അവർ ഒന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് മേയർ വരുന്നു, ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. 9:00 പറഞ്ഞ പരിപാടിയാണ്, 9:40 മേയർ എത്തിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ മേയർ ആശംസ പറയുന്നു. ഞങ്ങളത് ആശംസ പറയുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആശംസയ്ക്ക് ശേഷം ദേശീയഗാനം എന്ന് പറയുന്നത് ഒട്ടുമുമ്പേ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം, ഞങ്ങൾ വന്ദേ മാതരം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ദേശീയഗാനം പാടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ദേശീയഗാനത്തെ പോലും അപമാനിക്കുന്നത്. വന്ദേ മാതരം പാടിയപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും തിരിഞ്ഞു നടക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെ രാജ്യസ്നേഹികൾ ചോദ്യം ചെയ്യും. നമ്മുടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആവേശം പകർന്നിട്ടുള്ള വന്ദേ മാതരത്തോട് എന്താണ് ഇവർക്ക് എതിർപ്പ് എന്നുള്ളത് ഒരു പൊതുജനത്തോട് പറയട്ടെ. ഒരുമിച്ച് രണ്ടു കൂട്ടരും പാടിയതേ അതൊരു അവമാനിക്കുന്ന തുല്യമായി മാറിയില്ല. ഒരു കാക്കക്കൂട്ടിൽ കല്ലിട്ട രീതിയിലാണ് പാടിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയസ്നേഹികളുടെ ദേശത്തിനോട് സ്നേഹമുള്ള ദേശസ്നേഹികൾ എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു വന്ദേ മാതരം പാടി ദേശീയ ഗാനത്തോടു കൂടി നമുക്ക് സമാപനം നടത്താമെന്ന്. ഞങ്ങളത് ചെയ്തു. വന്ദേ മാതരം പാടിയതിനു ശേഷം ദേശീയ ഗാനം ആലപിച്ചിട്ടാണ് ഞങ്ങൾ സമാപനത്തോട് അനാദരവ് കാണിച്ചു എന്നാണ് BJPയുടെ ആക്ഷേപം. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. ശിവനായി
ഒരു ഭാഗത്ത് മൈക്കിൽ ദേശീയ ഗാനം, മറുഭാഗത്ത് മൈക്കില്ലാതെ ദേശീയ ഗീതം. ഒരു ഭാഗത്ത് ജയ ഹേ, ഒരു ഭാഗത്ത് സുജലാം സുഫലാം. എന്താണ് അല്ലേ? ഓക്കെ, ദേശീയഗാനം പാടി ഒരു കൂട്ടരങ്ങ് പോയി. അപ്പോഴും മറ്റു കൂട്ടർ ദേശീയ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കോഴിക്കോട് നിന്നും നമ്മൾ കണ്ട കാഴ്ച. മറ്റൊരിടത്തു നിന്നും ഇത്തരം നാടകീയ സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മേയർ ദേശീയ ഗീതം വന്ദേമാതരം ആലപിച്ച ശേഷമാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിയിലും ഉണ്ടായില്ല.